ഹായ് കൂട്ടുകാരെ, ഇന്നുണ്ടല്ലോ നമ്മുടെ ഈ മുന്തിരി ചെടിയുടെ അടുത്താണേ. ഇതിനു മുൻപ് ഞാനൊരു റീൽസ് ഇട്ടിട്ടുണ്ടായിരുന്നു മുന്തിരിയുടെ. ഒരുപാട് പേര് കണ്ടു. 10,000 വ്യൂസ് ആയിരുന്നു. എനിക്ക് ഭയങ്കര സന്തോഷമായി. ഇത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് മുന്തിരി ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഇത് കണ്ടോ, ഇതൊക്കെ ഇങ്ങനെ ചെറുതുമാണ്. അതുമല്ല ഇതിന് അങ്ങനെ അത്രയ്ക്ക് അങ്ങോട്ട് മധുരം വെച്ച് വരുന്നേ ഉള്ളൂ. പക്ഷെ ചെറിയതായിട്ട് നമുക്ക് ഫ്രഷ്നെസ് ഇല്ല. ഇത് കാണുമ്പോൾ നമുക്കറിയാൻ പറ്റും. കണ്ടോ, ഒരു ഫ്രഷ്നെസ് ഇല്ല അതിന്. അപ്പോൾ അതവിടെ നിൽക്കട്ടെ. നമ്മൾ ഇവിടേക്കാണ് വരുന്നത് കേട്ടോ. ഇത് നല്ല ഫ്രഷാണ്. ഈ ഒരു 5-8 കൊലയുണ്ട്. അപ്പോൾ ഇതിന് ഭയങ്കര പുളിയാണ്. പുളി എന്ന് പറഞ്ഞാൽ ഭയങ്കര പുളിയാണ്. അപ്പോൾ കഴിഞ്ഞ വർഷം ഞാനിത് കുറച്ചെടുത്ത് അച്ചാറിട്ടു വീട്ടിലേക്ക് വേണ്ടിയിട്ട്. എല്ലാവരും കഴിച്ചു. അപ്പോൾ ഇപ്രാവശ്യം അച്ചാറിടാന്ന് വിചാരിക്കുവാണ്. നിങ്ങൾ കഴിച്ചിട്ടുണ്ടോ മുന്തിരി അച്ചാർ? ഒരു കൊല. കുറച്ചെടുക്കുന്നുള്ളൂ കേട്ടോ. കുറച്ച് അച്ചാറിട്ട് നോക്കാം. അപ്പം നല്ല പുളിയുള്ള മുന്തിരി കൊണ്ട് നമ്മുടെ റെസിപ്പിയൊക്കെ വെച്ചിട്ട് ഒരു നാടൻ രീതിയിലുള്ളൊരു അച്ചാർ. അപ്പോൾ നമുക്ക് നോക്കാം. വാ, വീഡിയോയിലേക്ക് പോവാം. അപ്പം നമ്മുടെ മുന്തിരിയൊക്കെ കഴുകി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. മുന്തിരിയുണ്ട്, പിന്നെ നമ്മുടെ നാടൻ പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി. പാൻ വെച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം കേട്ടോ. ഞാൻ എല്ലാ അച്ചാറും ഉണ്ടാക്കുന്ന പോലെ തന്നെയാണ് കേട്ടോ. ഇത്ര എടുത്തിട്ടുള്ളേ, മുന്തിരി ഇത്ര എടുത്തുള്ളൂ. ബാക്കിയെല്ലാം നമ്മുടെ സാധനങ്ങൾ തന്നെയാണ്. അപ്പം എണ്ണ നല്ല നാടൻ എണ്ണ കിട്ടുന്നത് ഇങ്ങനെ വരുന്നത്. എന്താ, സെസമി ഓയിൽ, നാടൻ നല്ലെണ്ണയാണ്. ഒരു കുപ്പിയുണ്ട്. കുറേ പ്രാവശ്യം ഉണ്ടാക്കാനുള്ളതാണ്. അപ്പോൾ നമുക്ക് ആദ്യം എല്ലാ അച്ചാറും ഉണ്ടാക്കുന്നത് പോലെ തന്നെ കുറച്ച് കടുകിടാം. കടുക് പൊട്ടുന്നു. അത് നന്നായിട്ട് പൊട്ടട്ടെ കേട്ടോ. അപ്പം അതിനോടൊപ്പം തന്നെ ഞാൻ ഇവിടെ ഒരു പാൻ വെച്ചിട്ടുണ്ട്. അതെന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കടുകും ഉലുവയും കൂടി ഒന്ന് വറുത്തിട്ട് പൊടിച്ചിട്ടാൽ നല്ല ടേസ്റ്റ് അല്ലേ, അതിന് വേണ്ടിയിട്ടാണ്. ഞാൻ ഈ അച്ചാർ ഉണ്ടാക്കുമ്പം നിങ്ങൾ ഉണ്ടാക്കുന്ന രീതി ഒന്ന് പറയണേ. വേറെ എന്തെങ്കിലും രീതിയാണോ എന്ന് പറയണേ. ഞാൻ അല്പം ഉലുവ അല്പം ഉലുവയും അല്പം കടുകും കൂടി ഒന്ന് വറുത്തിട്ട് നമുക്കതൊന്ന് എന്താ പറയണേ, പൊടിച്ചെടുക്കണേ. അതിപ്പം ഈ പാനിൽ ഇത് റെഡിയാവുന്നു. ഇത് ഓൾമോസ്റ്റ് പൊട്ടിക്കഴിഞ്ഞു. അപ്പം നമുക്ക് എല്ലാവരും ഇടുന്നത് പോലെ തന്നെ ഇഞ്ചി, ഞാൻ നീളത്തിലരിഞ്ഞത് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഇത്ര ഇട്ടു. നമുക്കതിങ്ങനെ വഴറ്റിക്കൊണ്ടിരിക്കാം. പിന്നെ ഏറ്റവും സന്തോഷമുള്ളൊരു കാര്യം എന്താണെന്നറിയാമോ? എനിക്കൊന്ന് UK-ലും അതുപോലെ തന്നെ പ്രവാസികളായിട്ട് താമസിക്കുന്ന എല്ലാവർക്കും ഏതൊക്കെ പച്ചക്കറികൾ ഉണ്ടെങ്കിലും കരിവേപ്പില എന്ന് പറയുന്നൊരു സംഭവം നമ്മുടെ വീട്ടിൽ പിടിച്ചു കിട്ടുന്നതായിരിക്കും ഏറ്റവും സന്തോഷം. ഞാൻ നിങ്ങളെ ഇതിനു മുൻപ് കാണിച്ചിരുന്നു കരിവേപ്പില. അപ്പൊ ഇത് ഇത്രയായി. ഞാൻ ഇന്ന് അതിൽ നിന്ന് വേണ്ട ഇങ്ങനെ ഞാൻ ഒടിച്ചെടുത്തു. ഒടിച്ചല്ല, കത്രിയും കൂടി ഇങ്ങനെ മുറിച്ചെടുത്തു. ഇങ്ങനെയല്ലേ മുറിക്കേണ്ടത്. അപ്പൊ ഇതിൽ നിന്ന് ഇങ്ങനെ ശിഖരങ്ങൾ വരുമെന്നാണ് എൻ്റെ അറിവ് കേട്ടോ. നന്നായിട്ട് പിടിച്ചിട്ടുണ്ട്, നല്ല മണമുണ്ട്. ഇതാണ് ഏറ്റവും സന്തോഷം. എനിക്കൊന്ന് UK-ൽ എല്ലാവർക്കും ഇത് കാണാൻ വലിയ സന്തോഷമായിരിക്കുമേ. അപ്പൊ അതോടൊപ്പം തന്നെ ഇത് ചൂടായിക്കൊണ്ടിരിക്കുന്നു, ഇത് വഴറ്റിക്കൊണ്ടിരിക്കുന്നു. ഞാൻ കുറേ ദിവസമായി എന്തെങ്കിലും ഒരു ചെറിയ വീഡിയോ കിച്ചണിൽ ചെയ്യണമെന്ന് വിചാരിക്കണേ. എന്ന് വിചാരിക്കും നാളെ ആവട്ടെ എന്ന്. ശരിക്കും ഒരു കാര്യങ്ങളും നാളേക്ക് മാറ്റി വെക്കരുതെന്നാണ് നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മൾ പഠിച്ചിരിക്കുന്നത് അല്ലേ. എന്ത് കാര്യങ്ങളും നമുക്ക് മനസ്സിൽ തോന്നുവാണെങ്കിൽ അപ്പം തന്നെ ചെയ്യുക. അതാണ്, എന്നാലേ നടക്കുള്ളൂ. നാളേക്ക് മാറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു കാര്യവും നടക്കില്ല. ഞങ്ങളുടെ വീട്ടിൽ എൻ്റെ അമ്മച്ചി എപ്പോഴും ഞങ്ങളുടെ 5 മക്കളോട് പറയുന്നൊരു കാര്യമാണ്, എന്ത് തോന്നുന്നുവോ അതോ ഇന്ന് ചെയ്യാനുള്ള കാര്യങ്ങൾ ഇന്ന് തന്നെ ചെയ്യുക, നാളേക്ക് വേണ്ടി മാറ്റി വെക്കാതിരിക്കുക എന്ന്. അത് അമ്മച്ചിയുടെ ഒരു എപ്പോഴും ഞങ്ങളോട് പറഞ്ഞു തരുന്നൊരു കാര്യമായിരുന്നേ. അതുകൊണ്ട് ഞാൻ നാളേക്ക് മാറ്റി വെച്ചിട്ടാണ് ഇത് ഇത്രയും ലേറ്റ് ആയിപ്പോയത്. അപ്പോൾ ഇതിങ്ങനെ വഴറ്റിക്കൊണ്ടിരിക്കുന്നു, ഇത് ചൂടായിക്കൊണ്ടിരിക്കുന്നു.
നമ്മുടെ ഇഞ്ചി പച്ചമുളകൊക്കെ നന്നായിട്ട് ഗോൾഡൻ കളറായി. അപ്പം ഞാൻ അല്പം മഞ്ഞൾ പൊടിയും മുളക് പൊടി ഒരു 2 സ്പൂൺ ഇട്ടു, കാശ്മീരി മുളക് പൊടി. എന്നിട്ട് ഒന്ന് പതുക്കെ ഒന്ന് ചൂടാക്കണം. അതിൻ്റെ കൂടെ ഇതും ഇട്ടു കേട്ടോ, മുന്തിരി ഇട്ടു. കാണാമോ? മുന്തിരി ഇട്ടു. ഇനി നന്നായിട്ട് ഉപ്പിടണം. നല്ല പുളിയുണ്ടേ, അതുകൊണ്ട് ഉപ്പ് നന്നായിട്ട് കിടന്നോട്ടെ. ഉപ്പ്. ഇനി കായം. ഉപ്പില്ലാണ്ട് കഞ്ഞില്ല എന്ന് പറയുന്ന പോലെ കായം ഇല്ലാണ്ട് അച്ചാറുണ്ടോ അല്ലേ? ഇത് ശരിക്കും എനിക്ക് കട്ടക്കായം ഇല്ല, അതാണ് കൊടുത്തു വിടാറ്. അതിപ്പോൾ തീർന്നു, അതുകൊണ്ട് ഇപ്പം ഇത് ഉപയോഗിക്കുന്നത്. കട്ടക്കായം ആണെങ്കിൽ ഇതിലും ടേസ്റ്റാ. ഇപ്പം കായം ഇട്ടു. ഇനി നമ്മളിവിടെ കടുകും ഉലുവയും കൂടിയും വറുത്തില്ലായിരുന്നോ? ഞാൻ ഇതിനകത്തിട്ട് പൊടിച്ചു. നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന കല്ലാട്ടോ. അപ്പം അതും കൂടി അങ്ങ് ഇടാം. ഇട്ടു. ഇനി നന്നായിട്ട് അങ്ങ് വഴലട്ടെ കേട്ടോ. നല്ല മുളക് വരുന്നുണ്ടേ. പിന്നെ ചാറ് കുറവായിരിക്കും. ഇപ്പം നമ്മുടെ വീട്ടിലെ യൂസിനായതുകൊണ്ട് ഒരു 3-4 ദിവസത്തിനുള്ളിൽ തീരും. അപ്പം ഇതൊന്ന് സൂം ചെയ്ത് കാണിക്കാം കേട്ടോ. ഈ ഒരു രൂപത്തിലാണ് നമ്മുടെ അച്ചാർ വന്നിരിക്കുന്നത്. നമ്മുടെ മണിമുത്തുകൾ പോലെ മുന്തിരിങ്ങ ഓടിക്കളിക്കുന്നുണ്ട്. അതിൻ്റെ ആ ഒരു അല്പം ഒന്ന് സോഫ്റ്റ് ആയാൽ മതി. നമുക്കെന്നിട്ട് വാങ്ങി ഒരു ചെറിയൊരു, എപ്പോഴും ഞാൻ അച്ചാർ ചില്ല് പാത്രത്തിലിടുന്നത് കേട്ടോ. അതാണ് സേഫ് എന്നാണ് ഇപ്പോഴത്തെ പഠനങ്ങൾ പറയുന്നത്. അപ്പം അച്ചാറൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പം കുറച്ച് ഇരിക്കണമെന്നല്ലേ പറയണത് അച്ചാർ. എന്നാലും ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം ഒരു സമാധാനത്തിന്. നല്ല ടേസ്റ്റ് ഉണ്ട്. കരിയൊരുന്ന് കടിക്കാനും കിട്ടുന്നുണ്ട്, പക്ഷെ അല്പം സോഫ്റ്റ് വേണം. ഇതിനൊന്നും ഇരിക്കട്ടെ കേട്ടോ. അപ്പം നമ്മുടെ അച്ചാർ റെഡിയായി. നമ്മളിങ്ങനെ ഈ കിച്ചണിലൊക്കെ കുക്ക് ചെയ്യുമ്പോഴേ നമ്മുടെ ഈ മീനൊക്കെ വെക്കുമ്പം മണം പുറത്തേക്ക് വരാതിരിക്കാനായിട്ട് ഇങ്ങനത്തെ ഒരു തിരി, ഫ്ലേവറുള്ള ഒരു തിരി കത്തിച്ച് വെക്കുകയാണെങ്കിൽ അധികം മണം പുറത്തേക്ക് വരില്ല കേട്ടോ. പിന്നെ എനിക്കിഷ്ടം അങ്ങനെയൊക്കെ കൊച്ചു കൊച്ചു തിരികൾ ഇങ്ങനെ കത്തിച്ച് വെക്കാനും. പക്ഷേ ഓർക്കണം, കഴിഞ്ഞ് കഴിയുമ്പം ഓഫ് ചെയ്ത് വെക്കാൻ ഓർക്കണേ. നമ്മളെല്ലാവരെയും ഭയങ്കര ദുഃഖത്തിലാഴ്ത്തിയൊരു സംഭവമായിരുന്നല്ലേ കലാഭൻ നവാസിന്റെ വേർപാട്. എത്രയോ വർഷമായിട്ട് നമ്മളൊക്കെ അദ്ദേഹത്തിന്റെ പരിപാടി കാണുകയും അദ്ദേഹത്തിന്റെ മിമിക്രി ആണെങ്കിലും അദ്ദേഹത്തിന്റെ ഫീമെയിൽ ശബ്ദമാണ് ഏറ്റവും നമുക്ക് ഇഷ്ടമായിട്ട് തോന്നിയിരിക്കുന്നത്. പിന്നെ മോണാക്റ്റും എല്ലാം എന്തും ചെയ്യുമല്ലോ. എന്ത് സൗമ്യശീലനും വളരെ എപ്പോഴും പ്ലസന്റ് ആയിരിക്കുന്ന ഒരു ചെറിയ പുഞ്ചിരി എപ്പോഴും മുഖത്തുള്ള നമ്മളെല്ലാവരെയും ഒരുപാട് ചിരിപ്പിച്ച നമ്മുടെ കലാഭൻ നവാസ്. പിന്നെ അതുപോലെ തന്നെ രഹന, ആ ഒരു സമയത്ത് വളരെ തിളങ്ങി നിന്നൊരു സമയത്തായിരുന്നു അവരുടെ വിവാഹം. പിന്നെ ഭയങ്കര ഒരു ക്യൂട്ടായിട്ടുള്ളൊരു കുട്ടിയാണല്ലോ. അപ്പം ആ ഒരു കപ്പിളിനെ എപ്പോൾ കണ്ടാലും നമ്മളൊന്ന് നോക്കി പോകും. അങ്ങനെ ദൈവം പെട്ടെന്ന് കൊണ്ടുപോയി നവാസിനെ. എല്ലാവർക്കും അറിയാം, ഹാർട്ട് അറ്റാക്ക് ആയിരുന്നു. അപ്പം അത് കഴിഞ്ഞിട്ട് ഒരുപാട് എക്സ്പീരിയൻസ് ഉള്ള ഡോക്ടേഴ്സൊക്കെ ആയിട്ട് ഒരുപാട് ഇന്റർവ്യൂസ് നിങ്ങളെല്ലാവരും കണ്ടു കാണും, ഞാനും കണ്ടു. അപ്പം അതിൽ നിന്ന് നമുക്കൊക്കെ മനസ്സിലായത്, ഒരു ഏജ് കഴിഞ്ഞാൽ ഒരു 25, 30, 35 ഒക്കെ കഴിയുമ്പം നമ്മൾ നമ്മുടെ ബോഡിയെ ടേക്ക് കെയർ ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. ഈ ഷുഗർ, കൊളസ്ട്രോള്, അതുപോലെ തന്നെ ഹൈപ്പർ ടെൻഷൻ, ഇതൊന്നും ചിലപ്പം സിംറ്റംസ് പുറത്ത് കാണിക്കാതെ തന്നെ ഇതെല്ലാം നമ്മുടെ ഉള്ളിൽ കാണും. ഒരു സൈലന്റ് കില്ലറായിട്ട് അതവിടെ ഇങ്ങനെ പതുങ്ങിയിരിക്കും. അപ്പം നമുക്ക് അതിനെ എങ്ങനെ സോൾവ് ചെയ്യാമെന്ന് ഡോക്ടേഴ്സിനോട് ചോദിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞ മറുപടി ഇതാണ്: 6 മാസം കൂടുമ്പോൾ, അറ്റ്ലീസ്റ്റ് അത് പറ്റിയില്ലെങ്കിൽ 1 വർഷത്തിൽ 1 പ്രാവശ്യമെങ്കിലും നമ്മളൊരു റൊട്ടീൻ ചെക്കപ്പ് ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. ബാക്കിയുള്ള കാര്യങ്ങൾക്കൊക്കെ ആയിട്ട് നമ്മൾ നെട്ടോട്ട് ഓടുവാണ്. പക്ഷെ ബാക്കിയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നെട്ടോട്ട് ഓടുന്ന സമയത്ത് നമുക്ക് ഹെൽത്ത് ഇല്ലെങ്കിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. നേരത്തെ കണ്ടുപിടിക്കുകയാണെങ്കിൽ നമുക്കതിനെ ട്രീറ്റ് ചെയ്യാൻ പറ്റും. അപ്പം അത് കാരണം നമ്മളെല്ലാവരും, എന്നോടുകൂടി ആയിട്ടാണ് പറയണ കേട്ടോ, എല്ലാവരും വർഷത്തിൽ ഒരിക്കലെങ്കിലും റൊട്ടീൻ ചെക്കപ്പ്, അതിനകത്ത് ഷുഗറും കൊളസ്ട്രോളും എല്ലാം വരും, ബ്ലഡ് പ്രഷർ ചെക്ക് ചെയ്യും, ഹൈറ്റ്, വെയിറ്റ് എല്ലാം ഉണ്ടാവും അതിനകത്ത്. അപ്പം നമുക്ക് മനസ്സിലാവും അറ്റ് ദ മൊമെന്റ് നമ്മുടെ ബോഡി ഓക്കെ ആണെന്ന്. എല്ലാവരും ശ്രദ്ധിക്കുക. കലാഭൻ നവാസും ഒരു കൂട്ടരുമായിട്ട്, ലൈക്ക് നമ്മുടെ പ്രിയപ്പെട്ട നിഖിൽ രാജ്, അങ്ങനെ ഒരു ടീമായിട്ട് അടുത്ത മാസം ഇവിടെ UK 2025 പൊന്നോണം എന്ന് പറയുന്ന ഒരു പരിപാടിക്ക് വേണ്ടിയിട്ട് വരാനിരിക്കുമായിരുന്നു. ഇവിടെ തന്നെയുള്ള
നമ്മളെല്ലാവരുടെയും പ്രിയപ്പെട്ട കലാഭവൻ ദിലീപ് ആയിരുന്നു അതിൻ്റെ എല്ലാ കാര്യങ്ങളും ഓർഗനൈസ് ചെയ്തിരുന്നത്. ഈവൻ ടിക്കറ്റ് വരെ സെയിൽ നടന്നുകൊണ്ടിരിക്കുന്നു. അപ്പോഴാണ് ഇങ്ങനെ ഒരു വേർപാട് നമുക്ക് ആർക്കും താങ്ങാൻ പറ്റാത്തതാണ്. ഇപ്പോഴും വിശ്വസിക്കാൻ പറ്റുന്നില്ല. അങ്ങനെ ഒരു നമുക്ക് പറയാൻ വാക്കുകളില്ലാത്ത വിധത്തിലുള്ള വേർപാടുകൾ ചിലത് നമുക്ക് ഉണ്ടാവാറുണ്ടല്ലേ. ഈവൻ അവരുടെ വീട്ടിലൊരു അംഗം നമ്മളല്ലെങ്കിൽ കൂടി നമുക്ക് എത്ര മനസ്സ് ദുഃഖിക്കുവാണ്. ഓരോരുത്തർക്കും ഓരോ മലയാളികളുടെയും മനസ്സ് ദുഃഖിക്കുവാണ്. ഇപ്പം കലാഭവൻ നവാസിന്റെ ഒരുപാട് വീഡിയോസും ആൽബം, ആ ഒരു മറന്നുപോ സഖി എന്ന് പറഞ്ഞ ഒരു പാട്ട് എന്ത് രസമായിട്ടാണ് പാടിയിരിക്കുന്നത്. ഞാനൊരു 10 പ്രാവശ്യങ്ങൾ അത് കണ്ടു. അതുപോലെ തന്നെ ഇനിയും എന്താ പറയുക, സിനിമ വരാനിരിക്കുന്നു. ഇപ്പോൾ ഒരു സിനിമ അവർ ഇറക്കിയത്, രണ്ടുപേരും കൂടി വൈഫും ഹസ്ബൻഡുമായിട്ട് അഭിനയിച്ചത് ഈഴ എന്ന് പറയുന്നൊരു സിനിമ. അങ്ങനെ ഒരുപാട് വീഡിയോസ് വന്നുകൊണ്ടിരിക്കുന്നു. നമുക്കെല്ലാവർക്കും സങ്കടമുണ്ട്. എന്തായാലും രഹനയ്ക്കും മക്കൾക്കും ആ വലിയൊരു ദുഃഖം താങ്ങാനാവില്ല എന്നറിയാം. നമുക്ക് എന്ത് വന്നാലും നമുക്ക് സഹിച്ചല്ലേ പറ്റൂ. അതിന് ദൈവം ധൈര്യം കൊടുക്കട്ടെ, അത് മാത്രമേ പറയാനുള്ളൂ. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ.